മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സദാശിവ. സൈറ്റിൽ അപകടം ഉണ്ടായെന്ന് കേട്ടു. കേസ് എവിടം വരെയായി? അയ്യോ, അതിന് നഷ്ടപരിഹാരം കൊടുക്കാൻ ഈ ബാങ്കിലുള്ളത് മുഴുവൻ നുള്ളിപ്പെറിക്കൊണ്ട് പോകുന്ന കാഴ്ചയാ താനീ കാണുന്നത്. ഓ, കഷ്ടമായി പോയല്ലോ. ഞങ്ങളിപ്പോ ഭയങ്കര ബിസിയാ. ഇത് കണ്ടോ, ഇന്ന് രാവിലെ വന്ന അഡ്വാൻസാ. ഇപ്പൊ തന്നെ വർക്ക് ഓവർലോഡാ. പുതിയ എഗ്രിമെന്റ് ഒന്നും സൈൻ ചെയ്യണ്ടെന്ന് ഞാൻ തീർത്ത് പറഞ്ഞിരിക്കുക. ഇത്ര പെട്ടെന്നൊരു കുതിച്ചേറ്റുണ്ടായിടൂ. അത്ഭുതം തന്നെ. എല്ലാ ഈശ്വരാനുഗ്രഹം കൊണ്ടാ. നിരീശ്വരവാദിയായ നമ്പ്യാർ സാർ ഇപ്പോ ഭയങ്കര ഈശ്വരവിശ്വാസിയല്ലേ? തങ്കുപ്പണിക്കര തന്റെ ജീവിതം മാറ്റിമറിച്ചതെന്ന് സാർ എപ്പോഴും പറയും. തങ്കുപ്പണിക്കര? അതാരാ? ഇടമനക്കാട്ട ജോത്സ്യൻ തങ്കുപ്പണിക്കര അറിയില്ലേ? ഓ, നമ്പ്യാർ സാറിന്റെ പ്രശ്നങ്ങളെല്ലാം തീർത്ത് കൊടുത്ത തങ്കുപ്പണിക്കര. ഓ, ആ, എന്നാ ഞാൻ ഈ കാശൊന്ന് ഡെപ്പോസിറ്റ് വരട്ടെ. അല്പം ധൃതിയുണ്ട്. ഏതായാലും ഇനി ആ വഴിയും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കാം. തങ്കുപ്പണിക്കരെങ്കിൽ തങ്കുപ്പണിക്കർ. ഗ്രഹങ്ങളെല്ലാം ഉത്തമ സ്ഥാനത്താ. പ്രശ്നവശാൽ യാതൊരു ദോഷവും കാണുന്നില്ല. അങ്ങനെ പറയരുത് എന്റെ പൊന്നു പണിക്കര്. ഇടുത്തി വീഴുന്ന പോലല്ലേ ഓരോന്ന് വന്ന് വീഴുന്നത്. എല്ലാം നന്നായി വന്നാലും ദുഷ്ടശക്തികൾ വല്ല പ്രയോഗവും നടത്തിയിട്ടുണ്ടെങ്കിൽ അരിഷ്ടതകൾ വരാം. ഇനി ആ വഴി കൂടി ഒന്ന് നോക്കട്ടെ. ഓ, പ്രശ്നം വെച്ച് നോക്കേണ്ട യാതൊരു കാര്യമില്ല. സംഗതി എന്താണെന്ന് പിടികിട്ടി. എന്താണാവോ? ഇവനാ പ്രശ്നം. കൂടോത്രത്തിന്റെ മൂർത്തിയാ. ഇരിക്കുന്നിടം മുടിയും. എന്റെ ഗുരുവായൂരപ്പാ. നമ്പ്യാരുടെ വീട്ടിൽ ഇവൻ ഇരുന്നപ്പോൾ പ്രശ്നങ്ങൾ അവിടെയായിരുന്നു. ഇപ്പൊ അത് ഇവിടെയായി. ആട്ടെ, നിങ്ങളിത് സന്തോഷപൂർവ്വമാണോ സ്വീകരിച്ചത്? സമ്മാനമായിട്ട് തന്നതല്ലേ, സന്തോഷമായിട്ടല്ലാതെ സ്വീകരിക്കാൻ പറ്റുമോ? പരമദുഷ്ടൻ. സന്തോഷത്തോടു കൂടി വാങ്ങിയത് കൊണ്ടാ ബാധ ഈ കുടുംബത്തിലേക്ക് കുടിയേറിയത്. എല്ലാം ഒന്ന് വിശദമായിട്ട് പറയണ്ടേ ജോത്സരെ? കേട്ടിട്ട് പേടിയാവുന്നു. പേടിക്കണ്ട, പരിഹാരം ഞാൻ തന്നെ പറഞ്ഞുതരാം. എടോ നമ്പ്യാരെ, എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. ഈ എണ്ണംകെട്ട സാധനം സമ്മാനമായി തന്നതിന്റെ ഉദ്ദേശം എനിക്കില്ല മനസ്സിലായത്. ശത്രുക്കളോട് പോലും ഈ ക്രൂരത കാണിക്കരുത്. സത്യം പറഞ്ഞ എന്റെ പൊന്നു പിള്ളേച്ച, എനിക്കിത് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. പക്ഷെ ജോത്സ്യം പറഞ്ഞ സത്യമാണോ എന്നറിയാൻ വേണ്ടി ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാ. എടോ, തനിക്കിത് പരീക്ഷിക്കാൻ ഈ നാട്ടിൽ എന്നെ മാത്രമേ കിട്ടിയുള്ളൂ. ഈ ലക്ഷണകെട്ട സാധനം എന്റെ കുടുംബം കുട്ടിച്ചോറാക്കി. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. എടോ നിന്നെ ഞാനൊന്ന് പറയട്ടെ. താനൊന്നും പറയണ്ട. എടോ പിള്ളേച്ച, തന്റെ കയ്യിൽ നിന്ന് സന്തോഷപൂർവ്വം ആരെങ്കിലും ഈ പ്രതിമ മേടിച്ചാലേ തന്റെ കുടുംബത്തിൽ നിന്ന് ഈ ബാധ ഒഴിഞ്ഞു പോകത്തുള്ളൂ. പ്രതിമ പക്ഷെ ബാധ ഒഴിയത്തില്ല. അത് ശരിയാണല്ലോ. എന്താ സന്തോഷപൂർവ്വം താനിത് അങ്ങോട്ട് വാങ്ങിയാട്ടെ? അയ്യോ, ഈ തിരുമോന്നോണ്ട് എങ്ങനെയാ എന്റെ പൊന്നു പിള്ളേച്ച സന്തോഷത്തോടെ ഇത് വാങ്ങുന്നത്? അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും സ്വന്തം കുഴി കൊണ്ടുപോ. എന്റെ പൊന്നു നമ്പ്യാരെ, കുത്തുപാള എടുക്കാറായി. എന്റെ ബിസിനസ് ഒന്ന് പച്ച പിടിച്ചോട്ടെ, ഞാനിത് തിരിച്ചെടുത്തോളാം. തൽക്കാലം താനിതൊന്ന് പിടിക്കേ. എടോ, ഇതിനെ പടിയടച്ച് പിന്നം വെച്ച ശേഷമാണ് ഞാനൊന്ന് വച്ച പിടിച്ചത്. താൻ എന്നെ വെള്ളത്തിലാക്കരുത്. സുധർമ്മേ, അനിയത്തി, പൊന്നനിയത്തി, എന്നെ സ്വന്തം സഹോദരനെ പോലെ കരുതി ഇത് സന്തോഷമായിട്ട് അങ്ങോട്ട് സ്വീകരിച്ചാട്ടെ. എന്റെ പൊന്നു പിള്ള സഹോദര, താൻ വിളക്കണം തള്ളാതെ ഒരു പ്രയോജനമില്ല. ഈ രഹസ്യം അറിയാൻ പാടാത്ത ആരെങ്കിലും തലയിൽ കെട്ടിവെച്ച് ഈ ഭാഗം ഒഴിപ്പിച്ചോ. ഓ, താൻ അനുഭവിക്കൂടോ. പെരുന്നാൾ സമ്മാനമായി ഈ മൊട്ടത്തലയും കൂടോത്രത്തിനെ എനിക്ക് തന്നെ തന്നെ ഞാൻ വെറുതെ വിടില്ല. നോക്കിക്കോ. പിറന്നാൾ അടിയന്തരോ പെണ്ണമ്മ ഇപ്പൊ ഒന്നും വേണ്ടെന്ന് ഞാൻ അന്നേ വിശാലത്തിനോട് പറഞ്ഞതാ. ഇപ്പൊ അനുഭവിക്കല്ലേ. പാവം പിള്ള, കഷ്ടമായി പോയി. സുധർമ്മേ, ജാതകപ്രകാരം പിള്ളേച്ചിന്റെ സമയം ഇപ്പോഴും ശരിയല്ല. ഇതൊക്കെ വെറും അന്ധവിശ്വാസമാണെന്ന് ഞാൻ പറയും. ഈ നൂറ്റാണ്ടിൽ ഇതൊക്കെ പറഞ്ഞ ആരെങ്കിലും കളിയാക്കും. ഇത് കുരിശും കൂടോത്രങ്ങല്ല. വെരി നൈസ്. അയ്യോ, സ്നേഹപൂർവ്വം തുടങ്ങി മോളെ. വല്ല ഗന്ധർവനുമാണെങ്കിൽ നിന്റെ ശരീരത്തെ കയറും. ഗന്ധർവനും പിശാചൊക്കെ വെറും കെട്ടുകഥകളാണെന്നേ. യുക്തിവാദിയായ 4 നമ്പ്യാർ പോലും ഇതിന്റെ മുമ്പിൽ തോറ്റു തുന്നൽപ്പാട് ഈശ്വര വിശ്വാസിയായി. ഓ, ഞാൻ നല്ലതുപോലെ ഓർക്കുന്നു വിശാലം. ഈ കുന്തലാട്ടം വാങ്ങിയ നിമിഷം നമ്മുടെ കാറിന്റെ മുകളിൽ തേങ്ങാ വീണ് ചില്ലപ്പഴേ ഉടഞ്ഞു.
അന്ന് തൊട്ട് തുടങ്ങിയതല്ലേ പ്രശ്നങ്ങളുടെ ഘോഷയാത്ര. അതിപ്പോ എല്ലാ കാലവും മനുഷ്യർ ഒരുപോലെ ഇരിക്കുവോ? നമ്മുടെ സമയദോഷം പ്രതിമാർ തല കെട്ടിവെച്ചിട്ട് എന്താ കാര്യം? അതല്ലടി, അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ട്. ഈശ്വരനുണ്ടെങ്കിൽ ദുഷ്ടശക്തികളും ഉണ്ട്. എന്തൊക്കെയായാലും ഇത് ബാധകേറിയ സാധനം തന്നെയാ. ഈ വർക്കത്ത് കേട്ടതിന്റെ മോന്ത കണ്ടാൽ അറിയാം ഇവൻ കുഴപ്പക്കാരനാണെന്ന്. ഇത് ബാറ്ററിക്കൊന്നുമല്ല, ട്രാക്കുളയാ, ട്രാക്കുള. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ. ദേ. സൗന്ദര്യത്തെ പറ്റി കുറ്റം പറഞ്ഞ ഏത് ചെകുത്താനും കോപിക്കുമെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. വെറുതെ മിണ്ടാതിരുന്നു. ഇത് ചെകുത്താനും കുട്ടിച്ചത്തനൊന്നുമല്ല, ഭിത്തിയിലെ ആണി ഇളകി വീണതാ. ആ, ഇങ്ങനെ പോയാൽ നമ്മുടെ കുടുംബത്തിന്റെ ആടി അടുത്തറ ഇളകി ശ്മശാനം പോലെ ആകുമെന്റെ വിശാലം. ഹലോ, പ്രദീപല്ലേ? ഞാൻ പ്രിയ. ഞാൻ പ്രദീപ. ഏത് നിമിഷവും തന്റെ വിളി പ്രതീക്ഷിച്ചിരിക്കായിരുന്നു. എങ്ങനെയുണ്ട് മാൻഡ്രേക്കിന്റെ ലീലാവിലാസങ്ങളൊക്കെ? അപ്പോ എല്ലാം അറിഞ്ഞോണ്ടായിരുന്നു അല്ലേ? സംശയം എന്താ? നിന്റെ തന്ത അലിയാസ് പാരപ്പിള്ള എന്ന എന്റെ ഭാവി അമ്മായിയപ്പൻ മൂക്കുകൊണ്ട് ഇക്ഷ ഇന്ത ഇന്ന ഇറ എന്ന് വരച്ച് ഒരു ദരിദ്രവാസിയായി മാറണം. എന്നാലേ അങ്ങനെ ശരിയാവും. അതിനുവേണ്ടിയാണ് എന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പരീക്ഷണം ഞങ്ങൾ നടത്തിയത്. എന്നാലും ഇത്രയും വേണ്ടിയിരുന്നില്ല. ഒന്നുമില്ലെങ്കിലും അച്ഛനൊരു പാവം കോൺട്രാക്ടർ അല്ലേ? അങ്ങനെ സർക്കാരിനെ പറ്റിച്ചുണ്ടാക്കിയ മുതലല്ലേ? കുറച്ചൊക്കെ ഇങ്ങനെ പോട്ടെ. നിനക്ക് മാന്യമായി ജീവിക്കാനുള്ളത് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അമ്മയ്ക്ക് എന്തോ സംശയം ഉണ്ടെന്നാ തോന്നണേ. നമുക്കിട്ട് പാറി വെക്കുമെന്ന എന്റെ പേടി. അതൊന്നും പേടിക്കണ്ട, ആ കാര്യം ഞാൻ ഏറ്റു. ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ആ റിസീവർ ഒന്ന് മാറ്റി പിടിക്കാമോ? മാനം മര്യാദയായിട്ട് ആണുങ്ങളെ പ്രേമിക്കാൻ സമ്മതിക്കില്ലേ? ഫോൺ താഴെ വെക്കട കഴിവറി. അത് ചേട്ടാ, ഒരു പ്രാക്ടീസിന് വേണ്ടി ഞാനെല്ലാം കേട്ട് പഠിക്കായിരുന്നു. ഞാൻ ഫോൺ വെക്കാണേ. എന്നെ കൊണ്ടൊന്ന് നീ അച്ഛാ, ദേ ഫോൺ. ഹലോ ഹലോ ഹലോ, സന്ദീപ് പോയോ? പോയല്ലോ. എനിക്കിപ്പോ കാണുമെന്ന് ഭയങ്കര മോഹമുണ്ട്. എന്നെയോ? എന്തിനാ കുട്ട ശബ്ദം മാറ്റി എന്നെ പറ്റിക്കണേ? 2 ചിറകുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ പറന്നു വന്നേനെ. എന്നിട്ട് ആരാച്ചാ? അതെ, എന്റെ ഒരു ഫ്രണ്ട്. ഓ, വെള്ളായി. എന്താ? അയ്യോ, ഞാൻ ഭാഗത്ത് ഇത് വെള്ളം എടുക്കാൻ ചെന്നപ്പോ ആ പൊട്ടത്തിലെ പ്രേതനെ കൊല്ലാൻ വന്നു. ഞാൻ കിടക്കുന്നതിന് വെള്ളം കൊണ്ടിട്ട് ജഗ്ഗാണല്ലോ.
പല സ്വപ്നം കൊണ്ട് മനുഷ്യന്റെ തലയിൽ വെള്ളം കോരി ഒഴിച്ച് മിണ്ടാ അവിടെ നിനക്ക് കിടക്കണം. ഉടുക്കത്തൊരു മുട്ട തലേ. നീയായിരുന്നോ? രാവിലെ തന്നെ എന്താ ഒരു ആലോചന? ഞാൻ ആ പിള്ളേച്ചനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. എന്താണാവോ? നമ്മൾ ചെയ്തത് കുറച്ച് കടുങ്കയായി പോയില്ലേ? ഓഹോ, അതാണോ? അത്രയ്ക്ക് വിഷമാണെങ്കിലേ ഞാൻ പോയി തിരികെ വാങ്ങിക്കൊണ്ടുവരാ. അയ്യോ, നിനക്കെന്റെ കട്ടപ്പോ കണ്ടാലേ തൃപ്തി ആത്തോളല്ലേ? ആ തിരുമുഖം മനസ്സിലേക്ക് വരുമ്പോ മനസ്സിനകത്ത് പമ്പമേടവാ. ഭഗവാനെ ഭക്തവത്സല, ആ സുന്ദര രൂപം തിരിച്ചു വരല്ലേ? പാവം പിള്ള. എന്റെ പൊന്നു കൂടോത്രമേ, നീ എന്നെ വിട്ടൊന്ന് പോകുമ്പോ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തേക്കാം. ഇനി സിമന്റ് കൊണ്ടൊരു തുലാഭാരം വേണമെങ്കിൽ അതും ചെയ്തേക്കാം. ഭഗവാനെ, എന്റെ ഇത് കെട്ടിയേപ്പിച്ച് ആ നമ്പ്യാരുടെ തലയിൽ ഇടുത്തി വീഴണേ. അയ്യോ, ഗുഡ് മോർണിംഗ് മിസ്സസ് പിള്ള. അല്ല, ഇതാര് പ്രസിഡന്റോ? വരണം വരണം. ഓ നാശം പിടിച്ചത്. ഇരിക്കൂ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പോന്നു. സ്റ്റേറ്റ് ലെവലിൽ ഒരു മ്യൂസിക്കൽ കോൺടെസ്റ്റ് നടത്തുന്നതിനെ പറ്റി കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞത് മിസ്സസ് പിള്ളയ്ക്ക് ഓർമ്മ കാണുന്നില്ലോ. ഓ യെസ്, ഞങ്ങൾ അതിന്റെ ഡൊണേഷന് വേണ്ടി ഇറങ്ങിയതാ. വളരെ സെലക്ടഡ് ആയിട്ടുള്ള വീടുകളിൽ മാത്രമേ നമ്മൾ പോകുന്നുള്ളൂ. പിള്ളയെ പോലുള്ള കോൺട്രാക്ടർമാരിൽ നിന്നും ഞങ്ങൾ നല്ലൊരു തുക പ്രതീക്ഷിക്കുന്നു. അതിനെന്താ, സമാജത്തിന്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴെങ്കിലും പിശുക്ക് കാണിച്ചിട്ടുണ്ടോ? മിസ്സസ് ദാമോദരൻ തമ്പിയുടെ വീട്ടിൽ നിന്നും 1000 രൂപ തന്നു. അത്രേ ഉള്ളോ? ജസ്റ്റ് എ മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ഇതെന്ത് പറ്റി? ഇടുത്തി വീണതാ. മഹിളാ സമാജത്തിന് ഡൊണേഷൻ വന്നിട്ടുണ്ട്. ഓ, പിന്നെയും ഇടുത്തി. ഒരു 5000 രൂപയുടെ ചെക്ക് എഴുതി കൊടുത്തേക്ക്. ഇവിടെ മുടിഞ്ഞ് നിൽക്കുമ്പോഴാ അവളുടെ ഒരു ലഹളാ സമാജം. ഒന്ന് പോകുന്നുണ്ടോ? അതൊരു നഷ്ടമായി കണക്കാക്കണ്ട. ഇവിടെ നമസ്കാരം. നമസ്കാരം. ഇരിക്കൂ ഇരിക്കൂ. വിശാലമെല്ലാം എന്നോട് വിശാലമായിട്ട് തന്നെ പറഞ്ഞു. 5000 രൂപയുണ്ട്. സംഗീത മത്സരം ഗംഭീരമായി തന്നെ നടന്നു. താങ്ക് യു വെരി മച്ച്. പിന്നെ എനിക്കൊരാഗ്രഹമുണ്ട്. എന്താ സാർ? പറയാം. വിശാലം, അധികം എടുത്തോണ്ട് വരൂ. ഓ, കൊള്ളാമല്ലോ. ഇത് ആരുടെ പ്രതിമയാ? അയ്യോ, ഇത് വിശാലത്തിന്റെ അച്ഛന്റെ പ്രതിമയാ. ഇദ്ദേഹം വലിയ സംഗീതജ്ഞനായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കടമക്കുടി കൃഷ്ണൻകുട്ടി ഭാഗവതര് കച്ചേരി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ പവർ കട്ട് വന്നതിന്റെ ആഘാതത്തിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചതാ. നിങ്ങളുടെ കലോത്സവത്തിലെ ഏറ്റവും നല്ല കലാകാരന് ഇവരുടെ അച്ഛന്റെ പേരിൽ ഇതും കൂടി കൊടുക്കണം. ഓ, അത് വളരെ സന്തോഷമുള്ള കാര്യമല്ലേ? എങ്കിൽ പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെ ഇതങ്ങ് സ്വീകരിച്ചാട്ടെ. വളരെ നന്ദി. അതിനേക്കാൾ കൂടുതൽ നന്ദി ഞങ്ങൾക്കുമുണ്ട്. ഇതിലെന്താ മാൻഡ്രേക്ക് എന്ന് എഴുതിയിരിക്കുന്നത്? മിസ്സസ് പിള്ളയുടെ അച്ഛന്റെ പേരേതോ കാടി എന്നാണല്ലോ പറഞ്ഞിരുന്നത്. അയ്യോ, കാടിയല്ല, കടമക്കുടി. സംഗീത ലോകത്തെ മാന്ത്രികനായതുകൊണ്ട് ആരാധകരിട്ട പേരാ മാൻഡ്രേക്ക് അല്ലേ? ആ, ഓ അങ്ങനെയാണോ? എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ, വരട്ടെ മിസ്സസ് പിള്ള. ഉം, ഉം, ഉം. എന്നാലും ഇരണം കെട്ട രൂപം എന്റെ അച്ഛന്റെ അത് പറയണ്ടായിരുന്നു. സ്വന്തം സമാജത്തിൽ തന്നെ പാര വെച്ചിട്ട് കരയരുത് വിശാലം. മേക്കപ്പ് ഇളകും. കണ്ടില്ലേ വിശാലം, ഇപ്പോഴേ മഹിളാ സമാജത്തിന്റെ വെടി തീർന്നു തുടങ്ങി. ഓ, മാൻഡ്രേക്കിന്റെ ഒരു ശക്തിയെ. ഹലോ ഹലോ ചെക്കിംഗ്. ഹലോ ഹലോ. ഞങ്ങളുടെ സംഗീത മത്സരത്തിൽ ഏറ്റവും നല്ല ഗായകനായി പ്രദീപ് നമ്പ്യാർ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. കടമക്കുടി മെമ്മോറിയൽ മൊമെന്റോയും ക്യാഷ് അവാർഡും സ്വീകരിക്കുന്നതിനായി പ്രദീപ് നമ്പ്യാരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വീഴ്ച മത്സരം. ഏറ്റവും മികച്ച ഗായകനുള്ള ക്യാഷ് പ്രൈസ്. ഇത് കടമക്കുടി മെമ്മോറിയൽ മൊമെന്റോ. രണ്ടും എനിക്കാ. ചേട്ടൻ സ്റ്റേജിൽ തകർത്തില്ല. എടി,
ഇവനുണ്ടല്ലോ ഭാവിയിലെ യേശുദാസ. ഇപ്പോഴെങ്കിലും ഇവനെ അംഗീകരിക്കാൻ തോന്നിയല്ലോ. എന്റെ മുത്തച്ഛന്റെ മുഴുവൻ സംഗീതം ഇവനാ കിട്ടിയിരിക്കുന്നത്. എന്റെ അച്ഛനും പാട്ട് പാടുമായിരുന്നു. മോനെ ഒന്ന് അഴിച്ചേ. എടി ഏതായാലും മൊത്തത്തിൽ നമ്മുടെ സമയം ഒന്ന് മാറിയിട്ടുണ്ട്. കുടുംബം മുടിക്കാൻ ജനിച്ചാലേ നീ ഇത് സന്തോഷത്തോടെയാണോ സ്വീകരിച്ചത്? ഒന്നാം സമ്മാനമായിട്ട് തരുമ്പോ പിന്നെ ഇത് കരഞ്ഞോണ്ട് വാങ്ങിക്കാൻ പറ്റും അമ്മേ? പാട്ടുപാടി സ്റ്റേജ് പൊളിച്ചുകൊണ്ടുവന്ന സമ്മാനം കണ്ടില്ലേ? അവന്റെ അമ്മായിപ്പന്റെ കടമ കൂടി നീ ഒരു കാലത്ത് ഗുണം പിടിക്കത്തില്ലടാ. അപ്പൊ വെറുതെ അല്ല വരുന്ന വഴിക്ക് ബൈക്ക് ചീത്തയായത്. എന്നാ പിടിച്ചേ. ഈ എണ്ണം കെട്ട സാധനം കൊണ്ട് നീ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങണം. വരുന്നൊക്കെ ഒറ്റക്കിണ അനുഭവിച്ചാ മതി. ഈ പണ്ടാരമാണ് സമ്മാനം ഞാൻ അറിഞ്ഞോ? ഇത് അച്ചാപിള്ള നമുക്കിട്ട് മറുപാര പണിഞ്ഞതാ. ഒന്നും പറയണ്ട, ഇറങ്ങിക്കോ. നിനക്ക് ചെലവിനുള്ള കാശ് മാസാമാസം ഞാൻ പെരുവഴിയിലേക്ക് അയച്ചു തന്നേക്കാം. പോടാ. അമ്മേ അനിയ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? പോ പോ. പോടാ അവിടുന്ന്. പോ. അയ്യോ നിന്റെ അപ്പൂപ്പന്റെ ഒരു സംഗീത പാരമ്പര്യം. ഓട് ചെമ്പ് വിച്ചള പഴയ അലൂമിനിയം പാത്രങ്ങൾ കൊടുക്കാനുണ്ടോ? ഓട് ചെമ്പ് വിച്ചള പഴയ അലൂമിനിയം പാത്രങ്ങൾ കൊടുക്കാനുണ്ടോ? ആക്രി നീ വാ. ഈ സാധനത്തിന് വലിയ പഴക്കമൊന്നുമില്ല, പിന്നെ വീട്ടിൽ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാ. കണ്ടിട്ട് ഈ സാധനത്തിന് നല്ല വിലയൊന്നും തോന്നുന്നുണ്ടല്ലോ. താനിതിന് വിലയൊന്നും തരണ്ട, സന്തോഷത്തോടെ ഇതങ്ങ് വാങ്ങിച്ചാൽ മതി. ഇതുപോലുള്ള പ്രതിമകൾ അച്ഛന്റെ വലിയ വീക്ക്നെസ്സാ. എവിടെ കണ്ടാലും വാങ്ങിച്ചോണ്ട് വരും. ഇപ്പൊ പ്രതിമകൾ തട്ടിമുട്ടി അകത്ത് നടക്കാൻ സ്ഥലമില്ലാണ്ടായി, അതുകൊണ്ട് തരുന്നതാ. സാറിന് നല്ലതേ വരൂ. അല്ലെങ്കിലും എനിക്ക് ഇനി നല്ലതേ വരൂ. ഇപ്പോഴത്തെ കാലത്ത് ഇതുപോലുള്ള നല്ല മനുഷ്യരെ കാണാൻ വലിയ ബുദ്ധിമുട്ടാ. നാട്ടിൽ സോഷ്യലിസം ഒക്കെ വന്ന് തുടങ്ങിയല്ലോ സാറേ. നാട്ടിലെ കാര്യം എനിക്കറിയില്ല, എന്റെ വീട്ടിൽ ഭയങ്കര സോഷ്യലിസാ. അതിരിക്കട്ടെ, സന്തോഷത്തോടെ തന്നെയല്ലേ ഇത് സ്വീകരിക്കുന്നത്? അതെന്താ സാർ അങ്ങനെ വെച്ചേ? സാറ് വിഷമിക്കണ്ട. ഓ, ഞാനിത് വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെയാണ് സ്വീകരിക്കുന്നത്. സാറിനെ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കൂല. അയ്യോ മറക്കണം, വെറുതെ എന്തിനാ എന്നെ ഓർത്തോണ്ടിരിക്കുന്നത്? എനിക്ക് ഈ കടപ്പാടൊന്നും ഇഷ്ടമല്ല. വേഗം പൊക്കോ, ഇല്ലെങ്കിൽ ഇപ്പൊ തുടങ്ങും. എന്ത് തുടങ്ങും? അയ്യോ ഒന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല, എന്നാലും ഓ, അറിയാം. ശരി ശരി. അയ്യോ മോൻ എന്താ പുറത്ത് നിൽക്കുന്നേ? അകത്തോട്ട് വാ. വാ ചേട്ടാ, നമുക്ക് അകത്തേക്ക് പോവാം. ഇത്രയും സ്നേഹമുള്ള അച്ഛനെയും അനിയനെയും കിട്ടിയത് എന്റെ ഭാഗ്യമാണമ്മേ. എന്താണ് നോക്കിയിരിക്കുന്നത്? കൊച്ചിനെ കഴിക്കാൻ കൊടുക്കടി. ഭാവിയിലെ യേശുദാസ് അല്ലേ? വാ കേറാത്തോട്. കേറ്. പാവം ആക്രി, അവനിന്ന് മാക്രി